Join PDF of x and y are given by f of xy is equal to k into 2x plus 3y, where x is equal to 0, 1, 2 and y is equal to 1, 2, 3. Find k and the marginal distribution of x and y. അപ്പോൾ നമുക്ക് ആദ്യമേ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കെയുടെ വാല്യൂ ആണ്. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ദ ടോട്ടൽ പ്രോബിലിറ്റി ജോയിൻ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ഇവിടെ. കാരണം ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ജോയിൻ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഓഫ് എക്സ് കോമ വൈ ഓവർ ദ റേഞ്ച് ഓഫ് എക്സ് ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ടോട്ടൽ പ്രോബിലിറ്റി ഇസ് ഈക്വൽ ടു 1 എന്നറിയാം. അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എക്സിൻ്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഡിസ്ക്രീറ്റ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 0, 1, 2 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 1, 2, 3. അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും എല്ലാ കോമ്പിനേഷൻസും നോക്കുക. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പം എഫ് ഓഫ് എക്സ് 0 ആകുമ്പോൾ ഉള്ള കോമ്പിനേഷൻസ് എഫ് ഓഫ് 0, 1 പ്ലസ് എഫ് ഓഫ് 0, 2 പ്ലസ് എഫ് ഓഫ് 0, 3. ഇനി എക്സ് 1 ആകുമ്പോൾ എഫ് ഓഫ് 1, 1 പ്ലസ് എഫ് ഓഫ് 1, 2 പ്ലസ് എഫ് ഓഫ് 1, 3. അടുത്തത് എക്സ് 2 ആകുമ്പോൾ എഫ് ഓഫ് 2, 1 പ്ലസ് എഫ് ഓഫ് 2, 2 പ്ലസ് എഫ് ഓഫ് 2, 3 ഇസ് ഈക്വൽ ടു 1. ഇനി നമുക്കിവിടെ ഇത് ഓരോന്ന് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 2x പ്ലസ് 3y എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിലും എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ഇട്ട് കൊടുക്കുക. എഫ് ഓഫ് 0, 1 എന്ന് പറയുമ്പോൾ എക്സിന് 0, വൈക്ക് 1, അതായത് കെ ഇൻറ്റു 0 പ്ലസ് 3 എന്ന് വരും. അപ്പോൾ 3k എന്ന് വരും. അതായത് എഫ് ഓഫ് 0, 1 ഈസ് 3k പ്ലസ് എഫ് ഓഫ് 0, 2 എന്ന് പറയുമ്പോൾ എക്സ് 0, y 2, അപ്പോൾ 6k, 3 ഇൻറ്റു 2 6k പ്ലസ് സിമിലർലി എഫ് ഓഫ് 0, 3 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3 9k എന്ന് വരും. അടുത്തത് എഫ് ഓഫ് 1, 1 എന്ന് പറയുമ്പോൾ എക്സ് 1, y 1, അപ്പോൾ നമുക്ക് 5k വരും. പ്ലസ് എഫ് ഓഫ് 1, 2 മീൻസ് 2 പ്ലസ് 6 8k പ്ലസ് അടുത്തത് എഫ് ഓഫ് 1, 3 ദറ്റ് ഈസ് 2 പ്ലസ് 9 അപ്പോൾ 11k വരും. പ്ലസ് നെക്സ്റ്റ് നമുക്ക് എഫ് ഓഫ് 2, 1 വരുമ്പോൾ 2 ഇൻറ്റു 2 4 പ്ലസ് എഫ് ഓഫ് 2, 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 4, 4 പ്ലസ് 3 7k വരും. അടുത്ത് നമുക്ക് എഫ് ഓഫ് 2, 2 വരിക. അപ്പോൾ 4 പ്ലസ് 6 ദറ്റ് ഈസ് 10k. ദെൻ ഫൈനലി എഫ് ഓഫ് 2, 3 എന്ന് പറയുമ്പോൾ 4 പ്ലസ് 9 13k വരും. നമുക്കിത് ഈക്വൽ ടു 1 വരും ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 6k പ്ലസ് 3k ടോട്ടൽ നമുക്ക് 72k എന്ന് കിട്ടും. അതായത് 72k ഈസ് ഈക്വൽ ടു 1 വിച്ച് ഇംപ്ലൈസ് k ഈസ് ഈക്വൽ ടു 1/72. അപ്പോൾ നമുക്ക് k കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ നമുക്കൊന്നും കൂടെ റീറൈറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ദ ജോയിൻറ്റ് പി ഡി എഫ് ഈസ് k ആണല്ലോ. അപ്പോൾ k മാറിയിട്ട് kക്ക് പകരം നമുക്ക് 1/72 എന്ന് കൊടുക്കാം. അതായത് 1/72 ഇൻറ്റു 2x പ്ലസ് 3y. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ അതിന് നമുക്കിവിടെ നമ്മുടെ ഇനി നമുക്ക് ആ ജോയിൻ പി ഡി എഫ് മാർജിനൽ പി ഡി എഫ് ആണ് അടുത്ത് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഇവിടെ എക്സിനെയും വൈനെയും രണ്ടായിട്ട് തിരിക്കുക. എവിടെ വേണമെങ്കിലും നമുക്ക് എക്സും വൈയും എഴുതാം. എക്സ് ഇപ്പം റോയിൽ എഴുതുവാണെങ്കിൽ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് 0, 1, 2, വൈയുടെ വാല്യൂസ് 1, 2, 3. അപ്പോൾ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് സെൽസായിട്ട് കാണിക്കാം. അപ്പോൾ എക്സിൻ്റെ നേരെ നമുക്ക് വരുന്നത് വൈയുടെ വാല്യൂസ് എല്ലാം ആഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്കവിടെ എഫ് വൈ ആണ് ഇവിടെ വരിക, അതായത് മാർജിനൽ പി ഡി എഫ് ഓഫ് വൈ. അതുപോലെ എക്സിൻ്റെ നേരെ താഴെ നമുക്ക് വരുന്നതാണ് എഫ് എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് വൈയുടെ നേരെ താഴെ നമുക്ക് എക്സിൻ്റെയാണ് കിട്ടുക അല്ലേ. എക്സിന് ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് താഴെ എഴുതുന്നത്. അപ്പോൾ എക്സിൻ്റെ മാർജിനൽ പി ഡി എഫ് ഇവിടെയും ഇവിടെ വൈ ആണ് എഴുതുന്നതെങ്കിൽ എക്സിൻ്റെ മാർജിനൽ പി ഡി എഫ് ആണ് താഴെ വരിക. കാരണം നമ്മൾ ഓരോന്നിൻ്റെയും ഓരോ എക്സ് വാല്യൂവിൻ്റെയും താഴേക്കാണ് നമ്മൾ പി ഡി എഫ് എഴുതുക. ഇനി ഇവിടെ നിങ്ങൾ എക്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ നമുക്ക് മാർജിനൽ പി ഡി എഫ് ഓഫ് വൈ ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോന്നും ഫില്ല് ചെയ്യാം. F1 0 ആണ്. ഇവിടെ നോക്കുക 1 0 എന്ന് പറയുന്ന കോളത്തിൽ F1 0 നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അല്ല, F1 0 അല്ല, F01 ആണ്. F01 എന്ന് പറയുന്നത് നമുക്കറിയാം F01 ഈസ് 3k ആണ്. അതായത് 3 ഇൻറ്റു k ആണല്ലോ F01. അപ്പോൾ നമുക്കത് 1/72 ആണ് k. അപ്പോൾ 3/72. അടുത്തത് X1 Y1, അതായത് F11
ദാറ്റ് ഇസ് ഇത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങാം. F02 എന്ന് പറയുമ്പോൾ ഇതാണ് ഈ വാല്യൂ ആണ്. F02 എന്ന് പറയുന്നത് 6/72. ദെൻ F03 is 9/72. ഇനി അടുത്ത് നമുക്ക് F11 എഴുതാം. F11 എന്ന് പറയുമ്പോൾ F11 5K 5/72. F12 is 8K 8/72. Then F13 എന്ന് പറഞ്ഞാൽ 11/72. ഇനി അടുത്ത് 2ൻ്റെ കോമ്പിനേഷൻസ്. F21 is 7K, അതായത് 7/72. Then F22 is 10K, that is 10/72. Then F23 is 13K, that is 13/72. ഇനി നമുക്ക് ഇവിടെ FXX എന്ന് പറയുമ്പോൾ സീറോയുടെ നേരെ, അതായത് എക്സിൻ്റെ 0 വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ ഇതിൻ്റെ നേരെ താഴെ എഴുതുന്നത്. അതായത് 3 + 6 + 9 9 + 9 18/72. അതുപോലെ എക്സിൻ്റെ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി അതാണ് അടുത്തത്. ഇത് ആഡ് ചെയ്യുക. 8 + 5 13 + 11. അപ്പോൾ നമുക്ക് 13 + 11 24 ഇടും. 24/72. നെക്സ്റ്റ് നമുക്ക് 2ന് നേരെ താഴെ 17 + 13, ദാറ്റ് ഈസ് 17 + 13 is 30/72. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക, നമുക്ക് കറക്റ്റ് ആണോ എന്ന് പറയാം. 30 + 24 + 80 എന്ന് പറയുമ്പം 54 + 18, ദാറ്റ് ഈസ് 64 72/72. ഇവിടെ 1 നമുക്ക് വരും. അപ്പോൾ നമ്മൾ എഴുതിയത് കറക്റ്റ് തന്നെയാണ്. ഇതുപോലെ റൈറ്റിലേക്ക് നമ്മളിനി ആഡ് ചെയ്യുമ്പോഴാണ് മാർജിനൽ പ്രോബിലിറ്റി F5 ആയി കിട്ടുക. 5 + 3 8 + 7 15/72. ദെൻ 6 8 14 + 10, ദാറ്റ് ഈസ് 24/72. അടുത്തത് 9 + 11 20 + 13 33/72. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 33 + 24 is 57 + 15 is equal to 72. അപ്പോൾ 72/72 1 വരും. അപ്പോൾ നമുക്കിപ്പോൾ ഈ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ ജോയിൻറ്റ് PDF. ആക്ച്വലി നമുക്ക് ജോയിൻറ്റ് PDF തന്നിരുന്നത് കെയിലായിരുന്നു, കെയുടെ ടേംസിലായിരുന്നു. അത് നമ്മളെല്ലാം കെ കണ്ടുപിടിച്ചതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ എഴുതണം. ഇനി നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സിൻ്റെ മാർജിനൽ PDF-ഉം വൈയുടെ മാർജിനൽ PDF-ഉം ആണ്. നമുക്ക് ഒരു കോളമായിട്ട് എഴുതിയാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് എഴുതാം. എക്സിൻ്റെ വാല്യൂസ് 0 1 2. അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള FXX ആണ് അതിൻ്റെ നേരെ താഴെ വരുന്നത്. 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 18/72, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 24/72, 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 30/72. ഇതേപോലെ തന്നെ FYY വൈയുടെ മാർജിനൽ PDF വൈ എഴുതുക, വൈയുടെ താഴെ FYY എഴുതുക. വൈയുടെ വാല്യൂസ് നമുക്കറിയാം 1 2 3. അപ്പോൾ ഓരോ വാല്യൂവിനും നേരെ നോക്കുക. വൈയുടെ 1 എന്ന് പറഞ്ഞ വാല്യൂവിന് നേരെ 15/72, 2യുടെ നേരെ 24/72 ആൻഡ് 3യുടെ നേരെ 33/72. അപ്പോൾ ഇതാണ് നമ്മുടെ മാർജിനൽ PDF X ആൻഡ് വൈ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നിന്നും നമുക്ക് ആദ്യം ജോയിൻറ്റ് PDF-ൻ്റെ കോളം ടേബിൾ ഉണ്ടാക്കാം. അതിന് കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ പ്രോബിലിറ്റിയുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ടോട്ടൽ പ്രോബിലിറ്റി 1 എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് കെ കണ്ടുപിടിച്ചു. അതിനുശേഷം കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ജോയിൻറ്റ് PDF-ൻ്റെ ടേബിൾ വരച്ചു. അതിനുശേഷം റൈറ്റ് സൈഡിൽ നമുക്ക് നിങ്ങൾ എക്സ് ഇവിടെ എഴുതുമ്പോൾ നമുക്ക് നേരെ FYY ആണ്, വൈ ഇവിടെ എഴുതുമ്പോൾ താഴെ FXX ആണ്. തിരിച്ചാണ് നിങ്ങൾ എക്സും വൈ എഴുതുന്നതെങ്കിൽ അതിനനുസരിച്ച് FYYയും FXXും മാറ്റി എഴുതണം കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ഹൗ വി ഫൈൻഡ് ദ മാർജിനൽ PDF ഓഫ് X ഈസ് ദിസ്, മാർജിനൽ PDF ഓഫ് Y ഈസ് ദിസ്. ഓക്കെ, താങ്ക് യു.